മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. മേക്കിംഗ് മണി ഈസ് എ സ്കിൽ, മെയിൻറ്റെയിനിങ് മണി ഈസ് എ ഡിസിപ്ലിൻ, മൾട്ടിപ്ലൈയിങ് മണി ഈസ് എൻ ആർട്ട്. അതിൻ്റെ മലയാളം: പണം സമ്പാദിക്കുക എന്നതൊരു വൈദഗ്ധ്യമാണ്, പണം നിലനിർത്തുക എന്നതൊരു ഡിസിപ്ലിനാണ്, പണം വർദ്ധിപ്പിക്കുക എന്നതൊരു കലയാണ്. ഏത് കലയാകട്ടെ, മാർഷൽ ആർട്സ് ആവട്ടെ, മറ്റ് ഏതെല്ലാം രീതിയിലുള്ള കലയാകട്ടെ, പണം സമ്പാദിക്കുക എന്ന കലയാകട്ടെ, ഏത് കലയാകട്ടെ, അതിൽ മികവ് പുലർത്തുന്ന ഒരു കലാകാരിയാകണമെങ്കിൽ ആ ഒരു പരിശീലനം ആവശ്യമാണ്. ആ ഒരു പരിശീലനമാണ് നാം ഇപ്പോൾ തുടർന്നുകൊണ്ടേ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് മൾട്ടിപ്ലൈയിങ് മണി ഈസ് എൻ ആർട്ട്, ആ പണം വർദ്ധിപ്പിക്കുക എന്ന കലയുടെ ഏറ്റവും പ്രധാന ഒരു കാര്യം തന്നെയാണ് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു ശരിയായ കാര്യം കേൾക്കുക എന്നുള്ളത്. കാരണം കുട്ടിക്കാലം മുതലുള്ള കേൾവികളെ ആസ്പദമാക്കിയാണ് ഒരാളുടെ ജീവിതം തന്നെ രൂപപ്പെടുന്നത്, പ്രത്യേകിച്ച് സാമ്പത്തിക അവസ്ഥയും. കാരണം കുട്ടിക്കാലം മുതലേ കേട്ട കേൾവികളെ ആസ്പദമാക്കിയാണ് സ്വന്തം ചിന്തകളും സ്വന്തം ശരി തെറ്റുകളും പോലും രൂപപ്പെടുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ശരിയല്ലാത്ത കേൾവികൾക്കുള്ള, കുട്ടിക്കാലം മുതലേ കേട്ട ശരിയല്ലാത്ത കേൾവികൾക്കും ഇപ്പോഴും ചുറ്റുവട്ടത്ത് നിന്ന് കേൾക്കാൻ നിർബന്ധിതരായിത്തീരുന്ന, അറിഞ്ഞുമറിയാതെ മീഡിയകളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമെല്ലാം ഇപ്പോഴും കേൾക്കേണ്ടി വരുന്ന, കുട്ടിക്കാലം മുതലേ കേട്ടു വളർന്ന ഇപ്പോഴും കേൾക്കേണ്ടി വരുന്ന ശരിയല്ലാത്ത കേൾവികൾക്കുള്ള ഒരേ ഒരു ആൻറ്റിഡോട്ടാണ്, ഒരേ ഒരു ശാസ്ത്രീയ പരിഹാരമാണ് ഹെറ്ററോ സജഷൻ എന്ന ബാഹ്യമായ ഈ ശരിയായ കേൾവികൾ. കേൾക്കുക, കേൾക്കുക, കേൾക്കുക. നിങ്ങൾക്കും കഴിയും ആ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, പണം സമ്പാദിക്കുന്നതിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, അവനവൻ്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതത്തിന് പണം തന്നെയാണ് ഏറ്റവും പ്രധാന ഘടകമെന്ന് രൂഢമൂലമാകുമ്പോൾ അത് നമ്മളിൽ ആ കലയിൽ മികവ് പുലർത്താനുള്ള ആ ഒരു ഇന്നർ മൈൻഡ് സംജാതമാവുകയും നാം അറിയാതെ തന്നെ നാം ആ ധനാഗമ മാർഗങ്ങളിലേക്ക് എത്തുകയും, ഒന്നുകിൽ ഇപ്പോൾ നിലവിലുള്ള മാർഗത്തിൽ തന്നെ നമുക്ക് വലിയ വാതായനങ്ങൾ തുറന്നു ലഭിക്കുകയും, അല്ലെങ്കിൽ പുതിയ ധനാഗമ മാർഗവാതായനങ്ങൾ നമ്മിലേക്ക് തുറന്നു വരികയും, ഒന്നുകിൽ നമ്മിലേക്ക് അവ എത്തും, അല്ലെങ്കിൽ നാം അതിലേക്ക് എത്തുകയും ചെയ്യും. അതും നാം മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം മേഖലയല്ല, കഠിനാധ്വാനമല്ല, ബുദ്ധിയല്ല. അതൊന്നുകൂടി ആവർത്തിക്കുന്നത്, പലരും വീണ്ടും അറിയാതെ ആ കുട്ടിക്കാലം മുതലേ കേട്ട ചിന്തയാസ്പദമാക്കി എൻ്റെ ജോലി ഇതല്ലേ, എൻ്റെ മേഖല ഇതല്ലേ, എനിക്കെങ്ങനെ ഒരു മേഖലയല്ലേ, കഠിനാധ്വാനമല്ലേ, ബുദ്ധിയല്ലേ. നാം കണ്ട കാര്യം തന്നെയാണ്. ഏത് മേഖലയിലും പണമുണ്ടാക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിച്ച് മരിച്ചു പോകുന്നവരുമുണ്ട്, ഏത് മേഖലയിലും സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നവരുമുണ്ട്. കഠിനാധ്വാനികളായ ബുദ്ധിശാലികളായ മനുഷ്യരും ആയുഷ്കാലം മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നത് കാണാം. കഠിനാധ്വാനികളല്ലാത്ത ബുദ്ധിശാലികളല്ലാത്ത മനുഷ്യർ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതും കാണാം. അതുകൊണ്ട് തന്നെയാണ് മൈൻഡ് സെറ്റ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതായത് എല്ലാ സയൻസുകളിലും, എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ നിയമങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, നമുക്കെന്തിനെ കൺസീവ് ചെയ്യാൻ കഴിയുമോ, നമുക്കെന്തിനെ ഗർഭം ധരിക്കാൻ കഴിയുമോ, അതായത് മാനസികമായി നമുക്ക് എന്തിനെയാണോ സ്വീകരിക്കാൻ കഴിയുന്നത്, നമ്മുടെ മൈൻഡിൽ തന്നെയാണ് മണി 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 എന്നുള്ള ആ ഒരു ചിന്ത നാം രൂഢമൂലമാക്കേണ്ടുന്നത്. പക്ഷേ 90% പരാജിതരാകാൻ വിധിക്കപ്പെട്ട മനുഷ്യർക്ക് അത് വളിപ്പായും ചളിപ്പായും ഒളിപ്പായും കുറ്റമായും പാപമായും പല രീതിയിലും കണ്ടേക്കാം. പക്ഷേ സത്യസന്ധമായും യാഥാർത്ഥ്യബോധത്തോടെയും ലോകത്തെ നോക്കിക്കാണുന്നവർക്ക്, അവനവൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും, അവനവനും അവനവൻ്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കണമെങ്കിൽ, പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കണമെങ്കിൽ എന്തിന് അന്യരുടെ മുൻപിൽ കൈനീട്ടാതെയും മറ്റുള്ളവരെ ആശ്രയിക്കാതെയും, അതൊരു വളരെ നിലവാരം കുറഞ്ഞ കൈനീട്ടലല്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും കടം വാങ്ങിക്കലോ മറ്റ് നീക്കുപോക്കുകളോ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കോ ഒന്നും നിൽക്കാതെ, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാണ് 90% ആളുകളും കരുതുന്നുണ്ടാവുക. പക്ഷേ അതൊക്കെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ആവശ്യം വന്നേക്കാം. പക്ഷേ സഫിഷ്യൻ്റ്, മതിയായ പണം കൈവശം ഉണ്ടായെങ്കിൽ, അതായത് മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടുക എന്നുള്ളതിന് പകരം മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിത്വമായി മാറാൻ കഴിയണം. ആ ഒരു ഉയർച്ച തന്നെയാണ്. ഇനി അതല്ല എങ്കിലും അവനവൻ്റെ കാര്യങ്ങൾക്കെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാതെയും അല്ലെങ്കിൽ ഞെങ്ങി ജീവിക്കാതിരിക്കാനും, അതല്ലെങ്കിൽ ശരിക്കും അഭിമാനകരമായ മീൻസ് സ്വല്പം ആർഭാടകരമായ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ആർഭാടകരമായ ജീവിതം എന്ന് പറയുമ്പോഴും അത് സാധാരണ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ദരിദ്രർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. കാരണം ആർഭാടകരമായ ജീവിതം എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു മണി ഫ്ലോ ആണ്. ആ മണി സ്പെൻഡ് ചെയ്യുകയാണ്, മണി മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് അത് വിനിയോഗിക്കപ്പെടുകയാണ്. അപ്പോൾ ആർഭാടകരമായ ജീവിതം എന്നതും ഒരു നന്മയാണ് എന്നുള്ളത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് പതുങ്ങി സംസാരിച്ചത്. കാരണം പലരും ആർഭാടകരമല്ലേ എന്ന് പറഞ്ഞേക്കാം. ഒരു വിവാഹത്തിന് വലിയ ചെലവഴിക്കുമ്പോൾ ആളുകൾ പറയും ആർഭാടമല്ലേ എന്നുള്ളത്. വാസ്തവത്തിൽ അത് ബാങ്ക് അക്കൗണ്ടിലിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പെട്ടിക്കകത്തിരിക്കുന്ന പണം പലരിലേക്കും വിനിയോഗിക്കപ്പെടുകയാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകും, പക്ഷേ അത് ചിന്തിക്കാത്തവർക്ക് അത് മനസ്സിലാവുകയില്ല. പറഞ്ഞു വന്നത് അഭിമാനകരമായ ഞെങ്ങിഞ്ഞെരുങ്ങിയുള്ളതല്ലാത്ത അഭിമാനകരമായ
വേണ്ടി വന്നാൽ ആർഭാടകരമായ ജീവിതത്തിന് പണം തന്നെയാണ് മുഖ്യം. ഇനി ആർഭാടം എന്നുള്ളതൊക്കെ ഇനി തെറ്റായോ കുറ്റമായോ പാപമായോ കാണുന്നുവെങ്കിൽ പോലും അവനവനും അവനവൻ്റെ ഉറ്റവർക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങി എല്ലാ ബേസിക് നീഡുകൾക്കും തികയുന്ന പണമുണ്ടെങ്കിലേ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ കഴിയൂ. ആത്മവിശ്വാസത്തോടെ ജീവിക്കണമെങ്കിൽ, കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നെഗറ്റീവോ പോസിറ്റീവോ, നെഗറ്റീവുകൾ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ എന്തായാലും ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് പല കാര്യങ്ങളും. ജീവിതത്തിൻ്റെ ഭാഗമായ പല ചിലവുകളും, നാം പ്രതീക്ഷിക്കാത്ത പല ചിലവുകളും തന്നെ വന്നേക്കാം. അപ്പോൾ അതിനെല്ലാം തന്നെ അത് അത്രയും ആഴത്തിൽ പറയുന്നത് കാരണം ഇനിയും പലരും മനസ്സിലാക്കാത്തവരുണ്ട് എന്നുള്ളത് പല വോയിസുകളിൽ നിന്നും പേഴ്സണൽ സംസാരങ്ങളിൽ നിന്നും അതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. എല്ലാവർക്കും ഇതൊരുപോലെ ആവശ്യമായിരിക്കില്ല ഈ സംഭാഷണം. പക്ഷേ എങ്കിലും എപ്പോഴാണ് നാം വീണു പോവുക എന്ന് പറയാൻ കഴിയില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ, ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ നാം ഒക്കെ വീണു പോകുന്നവർ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഇത്തരം കാര്യങ്ങൾ കേൾക്കുകയും നമ്മുടെ മനസ്സിൽ ആ ഒരു 10% ധനിക ഗണത്തിലെത്തുന്ന ചിന്തയിലേക്ക്, ധനാഗമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ധനാഗമ മാർഗങ്ങളെക്കുറിച്ച്, ധനം ഉണ്ടാകേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച് തരിപോലും സംശയമില്ലാതെ ആ 90% ആളുകൾക്കും പറ്റുന്നത് അവിടെയാണ്. ഒരു ബക്കറ്റ് പാലിൽ ഒരു തുള്ളി മണ്ണെണ്ണ കലർത്തിയാൽ പോലും അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതുപോലെ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ചുള്ള ആ തീവ്രതയ്ക്ക് ഒരു കോട്ടം തട്ടുന്ന, മങ്ങലേൽക്കുന്ന ഒരു ചിന്തയെങ്കിലും ബാക്കി ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അത്തരം എന്തെങ്കിലും കളങ്കമുണ്ടെങ്കിൽ അതുപോലെ മാറിപ്പോയിക്കൊണ്ട് പണമുള്ളതാണ് ഏറ്റവും വലിയ നന്മ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പണം സമ്പാദിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ നന്മ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആവശ്യത്തിലധികം പണം കൈവശമുള്ളത് തന്നെയാണ് കോൺഫിഡൻസിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ പോലും നമ്മോടൊപ്പമുള്ള ഒരാൾ പോലും പിന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് പലപ്പോഴും ഇത്രയും ആഴത്തിൽ, ഇത്രയും ഡെപ്തിൽ, ഇത്രയും വിശദീകരിച്ച് ബാലിശമായി പോലും സംസാരിക്കേണ്ടി വരുന്നത്. ഒരാൾ പോലും പിന്നോട്ട് പോകരുത്. കാരണം ഈ ഒരു അറിവിൻ്റെ അറ്റത്തെത്തിയ ആളുകളെങ്കിലും ഇനി അതിൽ പിടിച്ച് കയറുകയാണ് വേണ്ടത്. ഒരിക്കലും പിന്നോട്ട് പോവുകയല്ല വേണ്ടത്. നമ്മുടെ കൈവശമുള്ള ഒരു ബക്കറ്റ് പാലിൽ ഒരു തുള്ളി മണ്ണെണ്ണ പോലും ചേർത്തത് ഉപയോഗശൂന്യമാക്കി കളയാതെ നമ്മുടെ മണി മൈൻഡ് സെറ്റിൽ ഒരു കോട്ടം പോലും വരുത്താതെ, ഇനി അറിയാതെയൊക്കെ ഒരു കോട്ടം വന്നാലും ഭയക്കേണ്ടതില്ല. അതിനെ ശരിയായ ചിന്ത കൊണ്ട് നേരിടുക. ഓക്കെ, അത് ഇങ്ങനെയല്ലല്ലോ ഞാൻ ചിന്തിക്കേണ്ടത്, ഇങ്ങനെയാണല്ലോ ചിന്തിക്കേണ്ടത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ചിന്താശീലം വളർത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്രയും വിശദമായി പറയുന്നത്. സോ മണി മേക്കിംഗ് മണി ഈസ് എ സ്കിൽ, മെയിൻറ്റെയിനിങ് മണി ഈസ് എ ഡിസിപ്ലിൻ, മൾട്ടിപ്ലൈയിങ് മണി ഈസ് എൻ ആർട്ട്. പണം സമ്പാദിക്കുക എന്നതൊരു വൈദഗ്ധ്യമാണ്, പണം നിലനിർത്തുക എന്നത് അച്ചടക്കമാണ്, പണം വർദ്ധിപ്പിക്കുക എന്നതൊരു ആർട്ടാണ്. ആ കലയാണ് നാം ഇപ്പോൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ക്ഷമയോടെ എല്ലാ ദിവസവും രാവിലെ കേൾക്കുന്നതും അതിനെ ആസ്പദമാക്കിയുള്ള ചിന്തകളിൽ മുന്നോട്ട് പോവുക. മൈൻഡ് പ്ലസ് മെത്തേഡ് സമം മണി. നമ്മുടെ ഇപ്പോഴത്തെ ധനാഗമ മാർഗം എന്ത് തന്നെയാകട്ടെ അതിൽ അത്യാത്മാർത്ഥമായി തന്നെ വിരാജിക്കുകയും ചെയ്യുക. എന്ത് തന്നെയാകട്ടെ, ഇപ്പോഴത്തെ ധനാഗമ മാർഗം എന്ത് തന്നെയാകട്ടെ, ഒരു പക്ഷേ നമുക്ക് സഫീഷ്യൻറ്റ് വരുമാനം വരുന്നതോ ഒരു ചെറിയ വരുമാനം വരുന്ന ജോലിയാണെങ്കിൽ പോലും അതിൽ ആത്മാർത്ഥമായി മുഴുകുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥമായി മുഴുകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം വന്നു ചേരുമെന്ന് തന്നെയാണ് പ്രമാണം. ഇപ്പോൾ കിട്ടുന്ന വരുമാനം ഇത്രയല്ലേ ഉള്ളൂ എന്ന് കരുതി അവിടെ ആത്മാർത്ഥത കുറവ് കാണിക്കരുത്. അത് ജോലിയാകട്ടെ, ബിസിനസ് ആകട്ടെ, സ്വയം തൊഴിലാകട്ടെ, ഏത് മേഖലയിലും അത്യാത്മാർത്ഥമായി നിങ്ങൾക്ക് ലഭിക്കുന്ന വരവിനേക്കാളും കൂടുതൽ കോൺട്രിബ്യൂഷൻ, സംഭാവന തിരികെ നാം കൊടുത്തുകൊണ്ടിരിക്കണം. അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയാകട്ടെ, അവനവൻ്റെ ബിസിനസ്സോ സ്വയം തൊഴിലോ വർക്ക് ഫ്രം ഹോമോ എന്ത് തന്നെയാകട്ടെ, അതിൽ അത്യാത്മാർത്ഥമായി വിരാജിക്കുകയും എങ്ങനെ 10 കാശ് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും ഒന്നുകിൽ നിലവിലുള്ള മാർഗത്തിൽ തന്നെ എങ്ങനെയാണത് കുറച്ചുകൂടെ വരുമാനം കൂട്ടാൻ സാധിക്കുക. അതിൽ വേറെ ബ്രാഞ്ചുകളോ വേറെ പെട്ടെന്ന് എടുത്തു ചാടിയതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളല്ല, ഇപ്പോഴുള്ള കാര്യത്തിൽ തന്നെ എങ്ങനെയാണ് കൂടുതൽ വൈദഗ്ധ്യം പ്രയോഗിച്ച് കൂടുതൽ പണമുണ്ടാക്കുക എന്ന് ചിന്തിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ അതിന് കോട്ടം തട്ടാതെ മറ്റൊരു മാർഗത്തിൽ എങ്ങനെയാണ് പണം സമ്പാദിക്കാൻ കഴിയുക എന്നൊക്കെ ചിന്തകൾ. ഇതൊന്നിലും എടുത്തു ചാടണമെന്നല്ല, അത്തരം ചിന്തകളിലേക്ക് ഊളിയിടുമ്പോൾ തന്നെ അതിനൊക്കെ പിന്നാമ്പുറമായി മണി പണം എന്നുള്ള ചിന്ത, അത് കുറ്റബോധമായും പാപബോധമായും കാണാതെ ഏത് രീതിയിൽ ചിന്തിച്ചാലും അത് തന്നെയാണ് ഏറ്റവും നന്മ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു ചിന്തയിലേക്ക് കടക്കുമ്പോൾ മാർഗങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും നിങ്ങൾ ആ മാർഗത്തിലേക്ക് എത്തുകയും അതല്ല എങ്കിൽ നിലവിലുള്ള മാർഗത്തിൽ തന്നെ വൻ സാധ്യതകൾ തുറന്നു വരികയും ചെയ്യും. ഏതായാലും ധീരമായി മുന്നോട്ട് പോകുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വല്പം വേഗതയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ആ ഒരു പഞ്ചിന് വേണ്ടിയിട്ടും ആ ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടും തന്നെയാണ്. കുറച്ചുകൂടെ വേഗത കുറച്ചാൽ വ്യക്തത വരും. പക്ഷേ ഈ പഞ്ച് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് സ്വല്പം ബുദ്ധിമുട്ട് തോന്നിയാൽ അത് വീണ്ടും 1-2 പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുകയും സമയം കിട്ടുമ്പോഴൊക്കെ ഏതായാലും അനാവശ്യ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നതിന് പകരമൊക്കെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെയാണ് നല്ലത്. അത് കേൾക്കുകയും അതിൽ പറയുന്ന ഓരോ പ്രസ്താവനകളും അവനവൻ്റെ ജീവിതത്തിനും അവനവൻ്റെ ഉറ്റവരുടെ ജീവിതത്തിനും നന്മയാണോ ബാധകമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ധീരമായി രണ്ടും കൽപ്പിച്ച് സാമ്പത്തികാർജനം എന്നത് മുഖ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും.
നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ഞെങ്ങിഞ്ഞെരുങ്ങലുകളില്ലാത്ത വളരെ 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 വിശാലമായൊരു ജീവിതം തന്നെ ലഭിക്കുവാൻ, വിശാലമായൊരു ജീവിതം തന്നെ, ആത്മാർത്ഥമായ അഭിമാനകരമായ ആത്മവിശ്വാസമുള്ളൊരു ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം നിങ്ങളിലേക്ക് ഒഴുകി വരട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം, അണമുറിയാത്ത പണപ്രവാഹം, നിലനിൽക്കുന്ന പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാവ് എ നൈസ് ഡേ. ശുഭദിനം.